ദൈവസ്വരം കേട്ട് നസ്രത്തിലേക്ക് തിരുക്കുടുംബത്തെ നയിച്ചവനെ, ദൈവഹിതത്തെ പിൻചൊല്ലിടുവാൻ ഈശോയ്ക്കു മാതൃകയായവനെ, അനുസരണത്തിൻ നിദാനമേ, എളിമതൻ വിളനിലമായവനെ, സർവേശനേകിയ ദർശനങ്ങൾ പൂർണ്ണമായി പാലിച്ച പുണ്യവാനേ, തിരുസഭാമാതാവിൻ പാലകനെ, മക്കളാം ഇവരെ നീ ഓർക്കണമേ. പാലകന്റെ പാധേയം. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി പറഞ്ഞു വിടുകയില്ല. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അനാഥത്വം ഭൂമിയിൽ ഒട്ടേറെ മനുഷ്യരെ വേട്ടയാടുന്ന കാലമാണ് ഞങ്ങളുടെ കാലം. ഞങ്ങളെ ഒരിക്കലും അനാഥരായി പറഞ്ഞു വിടുകയില്ല എന്ന് കാണിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണമായി ഈ സമയം അടിയറവ് വയ്ക്കുന്നു. അതെ, മറ്റാരാൽ ഉപേക്ഷിക്കപ്പെട്ടാലും മാറ്റി നിർത്തപ്പെട്ടാലും അങ്ങയുടെ സ്നേഹം സ്വർഗത്തിലെ വേട്ടപ്പട്ടി എന്നതുപോലെ ഞങ്ങളെ പിന്തുടരുമല്ലോ. ഞങ്ങളെ എന്നും നോക്കി കാത്തു പാർത്തിരിക്കുന്ന സ്നേഹമാണല്ലോ അങ്ങയുടേത്. അങ്ങ് എന്നും പാപിക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുന്ന ദൈവമാണല്ലോ. പാപിയെ വീണ്ടെടുക്കാൻ വേണ്ടി ഏതറ്റവും വരെ പോകുവാൻ, യാത്ര ചെയ്യുവാൻ തയ്യാറുള്ള ഒരു കർത്താവാണല്ലോ അവിടുന്ന്. ഓ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ, ലോകത്തിലൊട്ടേറെ മനുഷ്യരുടെ ജീവിതങ്ങളിൽ അനാഥത്വം വേട്ടയാടുമ്പോൾ അവരാരും തനിയെ അല്ല എന്ന് അവരെ നീ ഓർമ്മിപ്പിക്കണമേ. പ്രത്യേകിച്ചും വളരെ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടമായവർ, മാതാപിതാക്കൾ കൂട്ടത്തിലുണ്ടെങ്കിലും അനാഥരെ പോലെ കഴിയേണ്ടി വരുന്നവർ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ, ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ, ഇങ്ങനെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വരുന്ന സകലരെയും ഈ ദിവസം വളരെ പ്രത്യേകമായി അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, നീ വരുമ്പോഴാണല്ലോ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ടാകുന്നത്. നീ വരുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ടാകുന്നത്. സ്നേഹത്തോടെ നമ്മളെ തന്നെ ഈശോയുടെ മുമ്പിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ്റെ ആനന്ദം കൊണ്ടും അവൻ്റെ സന്തോഷം കൊണ്ടും നമ്മുടെ ഹൃദയം നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം. ശൂന്യമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ സ്വാധീനം വന്ന് നിറയട്ടെ.
അവൻ വരുമ്പോൾ ഒന്നിനും നമുക്ക് കുറവ് അനുഭവപ്പെടുകയില്ല. നമ്മുടെ പരിദേവനങ്ങളും പരിഭവങ്ങളും എല്ലാം പ്രാർത്ഥനകളായി രൂപാന്തരപ്പെടും. നമ്മുടെ വിഷമതകളെല്ലാം ദൈവസ്തുതിപ്പുകളായി രൂപാന്തരപ്പെടും. ഓ കർത്താവേ, ഈ സമയം ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. അനാഥത്വം അനുഭവപ്പെടുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. അപ്പനില്ലാത്തവർക്ക് അപ്പനായും അമ്മയില്ലാത്തവർക്ക് അമ്മയായും അങ്ങയുടെ സ്നേഹം ഒരിക്കൽ കൂടി മനുഷ്യരാശിക്ക് അനുഭവവേദ്യമാകുവാൻ തക്ക വിധത്തിൽ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ, അങ്ങയുടെ കരുതലിനാൽ നിറയ്ക്കണമേ, അങ്ങയുടെ പരിശുദ്ധിയാൽ നിറയ്ക്കണമേ. സ്നേഹത്തോടെ ഈശോയിലേക്ക് നമ്മളെ തന്നെ കൊടുത്ത് നമുക്ക് ആരാധിക്കാം, നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. അമ്മ നൽകും സ്നേഹത്തേക്കാൾ നമ്മെ യേശു സ്നേഹിക്കുന്നു. അപ്പൻ നൽകും സ്നേഹത്തേക്കാൾ നമ്മെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹത്തേക്കാൾ നമ്മെ യേശു സ്നേഹിക്കുന്നു. അപ്പൻ നൽകും സ്നേഹത്തേക്കാൾ നമ്മെ യേശു സ്നേഹിക്കുന്നു. ഓ ഈശോയെ, യഥാർത്ഥമായ അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ കഴിയാതെ എപ്പോഴും തങ്ങളോട് തന്നെയും കുടുംബാംഗങ്ങളോടും കലഹിച്ച് കഴിയുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ലഭിക്കാതെ പോയ സ്നേഹം കൊണ്ട് വില കുറഞ്ഞ സ്നേഹങ്ങളുടെ പിറകെ പോകുന്ന എല്ലാ ജീവിതങ്ങളെയും ഞങ്ങൾ തരുന്നു. ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്നവരുണ്ട്, വളരെ ചെറുപ്പത്തിലെ തെറ്റായ ബന്ധങ്ങളിലേക്ക് വഴുതി വീണവരുണ്ട്, ഒട്ടേറെ ദുരുപയോഗിക്കപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. സ്നേഹമുള്ള ഒരപ്പനും വത്സലനിധിയായ ഒരു അനുഗ്രഹീതയായ ഒരു അമ്മയും കൂട്ടത്തിലില്ലാത്തത് കൊണ്ട് തകർക്കപ്പെട്ട ബാല്യവും കൗമാരവും യൗവനവും ഉള്ളവരുണ്ട്. ഓ കർത്താവേ, അങ്ങനെയുള്ള മുഴുവൻ ജീവിതങ്ങളെയും ഈ സമയം അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ മാർ യൗസേപ്പിനോടും അനുഗ്രഹീതയായ പരിശുദ്ധ മറിയത്തോടും ചേർന്ന് ഈ സമയം ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ അനാഥത്വം അനുഭവപ്പെടുന്ന മുഴുവൻ ജീവിതങ്ങൾക്കും അങ്ങ് തുണയായിരിക്കണമേ, അങ്ങ് സ്നേഹമായിരിക്കണമേ, അങ്ങ് കരുണയായിരിക്കണമേ. അങ്ങ് അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുവാൻ അവിടുന്ന് അവസരമൊരുക്കണമേ. സ്നേഹത്തോടെ നമ്മുടെ ജീവിതങ്ങളെ അർപ്പിച്ച് അവൻ്റെ സ്നേഹം നമുക്ക് സ്വീകരിക്കാം, അവൻ്റെ കരുണ നമുക്ക് സ്വീകരിക്കാം. അമ്മ നൽകും സ്നേഹത്തേക്കാൾ എന്നെ യേശു സ്നേഹിക്കുന്നു. അപ്പൻ നൽകും സ്നേഹത്തേക്കാൾ എന്നെ യേശു സ്നേഹിക്കുന്നു. കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്നേഹം യാചിച്ചുകൊണ്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അമ്മ നൽകും സ്നേഹത്തേക്കാൾ എന്നെ യേശു സ്നേഹിക്കുന്നു. അപ്പൻ നൽകും സ്നേഹത്തേക്കാൾ എന്നെ യേശു സ്നേഹിക്കുന്നു. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കണമേ ദൈവമേ. അങ്ങയുടെ സ്നേഹത്താൽ എല്ലാ കുടുംബങ്ങളെയും നിറയ്ക്കണമേ ദൈവമേ. അങ്ങയുടെ സ്നേഹത്താൽ എല്ലാ ബാല്യ കൗമാരങ്ങളെയും നിറയ്ക്കണമേ ദൈവമേ. അങ്ങയുടെ സ്നേഹത്താൽ എല്ലാ ദൗർഭാഗ്യകരമെന്ന് കരുതുന്ന ജീവിതങ്ങളെയും നിറയ്ക്കണമേ ദൈവമേ. അങ്ങയുടെ സ്നേഹത്താൽ തകർക്കപ്പെട്ട ജീവിത ബന്ധങ്ങളെ നിറയ്ക്കണമേ ദൈവമേ. അങ്ങയുടെ സ്നേഹത്താൽ എല്ലാ അനാഥത്വങ്ങളെയും നീ എടുത്തു മാറ്റണമേ ദൈവമേ. ഓ ദൈവമേ, നിന്റെ സ്വാധീനം കൊണ്ട് എല്ലാവരെയും അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ, അവിടുന്ന് ചേർത്ത് പിടിക്കണമേ.
സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ. മാറോടു ചേർക്കുമേ മനക്ലേശം തീർക്കുമേ. മാറോടു ചേർക്കുമേ മനക്ലേശം തീർക്കുമേ. അമ്മ നൽകും സ്നേഹത്തേക്കാൾ നമ്മേശു സ്നേഹിക്കുന്നു. അപ്പൻ നൽകും സ്നേഹത്തേക്കാൾ നമ്മേശു സ്നേഹിക്കുന്നു. സഹോദരങ്ങളെ, യൗസേപ്പ് പിതാവിനോട് ചേർന്നുള്ള നമ്മുടെ ഈ ആത്മീയ യാത്രയുടെ 14-ാമത്തെ ദിവസത്തിലാണ് നാം എന്ന്. നാം ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ യൗസേപ്പ്. ഓരോ ദിവസവും ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നമുക്ക് വിശുദ്ധനും അനുഗ്രഹീതനുമായ യൗസേപ്പിനെ കുറിച്ച് പറയാൻ 1000 കാര്യങ്ങളുണ്ട്. അവയിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ധ്യാനമാക്കുന്നു, പ്രാർത്ഥനയാക്കുന്നു. സകലതും കുടുംബങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, തിരുസഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ഒപ്പം നിങ്ങൾ പ്രത്യേകം ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രത്യേക നിയോഗത്തിനായി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. ദൈവവചനം: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 23-ാം അധ്യായം 4-ാം തിരുവചനം. രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് കുടുംബത്തിലാണ്. രക്ഷാകര ചരിത്രം തുടരുന്നത് കുടുംബത്തിലാണ്. രക്ഷാകര ചരിത്രം മുന്നോട്ട് ചലിക്കുന്നതെല്ലാം കുടുംബത്തിലാണ്. സൃഷ്ടി നമ്മൾ ഓർക്കുക. സൃഷ്ടിയുടെ സമയത്ത് ദൈവം ഇങ്ങനെ പറഞ്ഞു: നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യരെ സൃഷ്ടിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന കുടുംബമാണ്, ത്രിയേക കുടുംബമാണ് നമ്മുടെ ദൈവം. ആ ദൈവം സൃഷ്ടി നടത്തിയപ്പോഴേ ആദത്തിനൊപ്പം ഹവ്വയെ ചേർത്ത് പിടിക്കാൻ മറന്നില്ല. കുടുംബമാണ്. പുതിയ നിയമത്തിലേക്ക് വന്നു. ദൈവസുതനെ വേണമെങ്കിൽ പിതാവായ ദൈവത്തിന് വളരെ എളുപ്പത്തിൽ മറ്റേതെങ്കിലും വിധത്തിൽ പറഞ്ഞു വിടാമായിരുന്നു. അനന്തജ്ഞാനിയായ ദൈവത്തിന് ഭൂമിയിലേക്ക് കടന്നു വരാൻ, സ്വപുത്രനെ അയക്കാൻ എന്തുമാത്രം വഴികളുണ്ടായിരിക്കും. എങ്കിലും ദൈവം ചിന്തിച്ചു, കുടുംബത്തിലായിരിക്കണം. ഒരു അനുഗ്രഹീതനായ ഒരു പിതാവിൻ്റെയും പരിശുദ്ധിയുള്ള ഒരു അമ്മയുടെയും മകനായി തൻ്റെ ഏകജാതൻ അവൻ്റെ രഹസ്യകാല ജീവിതം മുഴുവൻ നടന്ന് നീങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചു. കുടുംബമാണ്. സഹോദരങ്ങളെ, നമ്മുടെ കാലത്ത് നമുക്ക് നഷ്ടമാകുന്നത് കുടുംബമാണ്. കുടുംബമാണ് തകർന്നു പോകുന്നത്. നമ്മൾ ഓർക്കണം, കുടുംബമില്ല എങ്കിൽ തിരുസഭയുണ്ടോ? കുടുംബമില്ല എങ്കിൽ പൗരോഹിത്യമോ കന്യാവ്രതമോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ജീവിത അന്തസ്സുകളോ എന്തെങ്കിലും ഉണ്ടോ? കുടുംബമില്ല എങ്കിൽ നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഫലം എന്താണ്? രാവും പകലും അധ്വാനിക്കുന്നു. മടങ്ങിച്ചെല്ലുമ്പോൾ ആരും നമുക്ക് വേണ്ടി കാത്തിരിക്കാനില്ല എന്ന് തോന്നുന്ന ഒരു വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാൻ നിങ്ങൾക്ക് തോന്നുമോ? ഒരു പക്ഷേ ധാരാളം ധനമുണ്ടായിരിക്കാം. പക്ഷേ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തോരാത്ത കണ്ണുനീരും തീരാത്ത വേദനയുമാണ് എങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ പാലകനായ യൗസേപ്പിൻ്റെ മുമ്പിൽ കരയേറ്റിക്കൊണ്ട് ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ കൊടുത്ത് നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ളതാണ്. അവൾ വെളിപ്പെടുത്തി, വിവാഹത്തെയും കുടുംബത്തെയും സംബന്ധിക്കുന്നതാണ് ദൈവവും തിന്മയുടെ ശക്തികളും തമ്മിലുള്ള അവസാന യുദ്ധം. നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിൽ രാജ്യങ്ങൾ മാറി മാറി വിവാഹബന്ധത്തെ, കുടുംബത്തെ
റീഡിഫൈൻ ചെയ്തുകൊണ്ട് പുനർനിർവചിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് നമ്മുടെ കാലം. കുടുംബമെന്നാൽ എങ്ങനെയുമാകാം. തനിയാകാം, പുരുഷന്മാർ ഒരുമിച്ച് ചേർന്നാകാം, സ്ത്രീകൾ മാത്രം ചേർന്നാകാം, മൃഗങ്ങളെ ആയിട്ട് പോലുമാകാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ രൂപപ്പെടുത്താമെന്ന് ചിന്തിക്കുകയും അതിന് എല്ലാ നിയമ സാധ്യതകളും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യേശുവിലെ സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, കുടുംബമില്ല എങ്കിൽ എല്ലാം പോയി. കുടുംബമില്ല എങ്കിൽ എല്ലാം തീർന്നു. കാരണം സ്നേഹിക്കാൻ ഒരമ്മയും കരുതാൻ ഒരപ്പനും അവരുടെ തണലിൽ വളരുന്ന മക്കളുമല്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് എന്താണ് അനുഗ്രഹീതമായിട്ടുള്ളത്? സ്വർഗപിതാവിൻ്റെ നിഴലായ ഒരപ്പൻ, പരിശുദ്ധ മറിയത്തെ പോലെ ഒരു അനുഗ്രഹീതയായ ഒരമ്മ, അവരുടെ കീഴിൽ ജീവിച്ച ഉണ്ണിയേശു, അതാണ് നാം കാണുന്ന തിരുക്കുടുംബം. എങ്കിൽ നമ്മുടെ കുടുംബങ്ങളെല്ലാം അത്തരം കുടുംബങ്ങളായി രൂപാന്തരപ്പെടാനല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും? സ്നേഹത്തോടെ നമുക്ക് ഈ ദിവസം, പ്രത്യേകിച്ചും കുടുംബത്തിൽ വളരാൻ കഴിയാത്ത വ്യക്തികളെ നമുക്ക് ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കാൻ പറ്റണം. ധാരാളം ചെറുപ്പക്കാർ, ബാലികാ ബാലന്മാർ, അവർക്ക് അപ്പനെന്ന് വിളിക്കാൻ ഒരാളില്ല, അമ്മയെന്ന് വിളിക്കാൻ ഒരാളില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെ ചെറുപ്പത്തിലെ പ്രലോഭനങ്ങളുടെ കല്ലുകളിൽ തെറ്റി അവരുടെ ജീവിതം ശിഥിലമാകുന്നു. അവർ തെറ്റായ ബന്ധങ്ങളിലേക്കും വില കുറഞ്ഞ ബന്ധങ്ങളിലേക്കും പോകുന്നു. കാരണം വിളിക്കാൻ അവർക്കൊരപ്പനുണ്ടായിട്ടില്ല, ഒരമ്മയുണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ആണ്ടിൽ ഭൂമിക്കൊരപ്പൻ വേണം, ഭൂമിക്കൊരു പിതാവ് വേണമെന്ന് കൽപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ യൗസേപ്പിനോടുള്ള സമർപ്പണം നടത്താൻ, അല്ലെങ്കിൽ യൗസേപ്പിൻ്റെ വർഷമായി വർഷം പ്രഖ്യാപിച്ചത്. ഒരു പിതാവ് ആയി ഒരാളില്ല എങ്കിൽ, ഒരു പാലകനായ ഒരാളില്ല എങ്കിൽ എങ്ങനെ നമുക്ക് വളർന്നു വലുതാകാൻ കഴിയും? പ്രിയസുതനായ ഈശോ പോലും വളർന്നു വലുതായത് ഒരു പിതാവിൻ്റെ തണലിലാണ് എങ്കിൽ, സഹോദരങ്ങളെ, പിതാവില്ലാത്തൊരു ലോകം, മാതാക്കളില്ലാത്തൊരു ലോകം എന്തൊരു ലോകമായിരിക്കും? വരും നാളുകളിലെ ചരിത്രകാരന്മാർ ഇങ്ങനെ എഴുതാനിടയുണ്ട്: ഭൂമിയുടെ നാശം സംഭവിക്കുന്നത് കുടുംബമില്ലാത്തത് കൊണ്ടാണ് എന്ന്. ആവർത്തിച്ച് വരുന്ന ഡിവോഴ്സ് കേസുകൾ, വികസിത രാജ്യങ്ങളിൽ 70% ഡിവോഴ്സുകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം. സ്വാഭാവികമായ നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കഴിയാത്തവരുടെ എണ്ണങ്ങൾ പെരുകുന്ന കാലം. നമുക്കടുക്കണം, നമുക്ക് സ്നേഹത്തോടെ പറയണം: ഓ തിരുക്കുടുംബത്തിൻ്റെ പാലകനായ യൗസേപ്പേ, ഞങ്ങളുടെ കുടുംബങ്ങളെ കാക്കണം. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഒരു പക്ഷേ ഇതിനെ സഹായിക്കുന്ന ഒരു വിശുദ്ധാത്മാവാണ് സെയിൻറ്റ് ആൻഡ്രേ ബെസറ്റെ എന്ന് പറയുന്നൊരു വിശുദ്ധാത്മാവ്. ഇദ്ദേഹമാണ് കാനഡയിലെ മോൺട്രിയാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധ യൗസേപ്പിന് വേണ്ടി പ്രത്യേകമായ ഒരു ആലയം സൃഷ്ടിച്ചിരിക്കുന്നത്, രൂപപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു പാവപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. കാനഡയിലെ മോൺട്രിയാലിൽ ജനിച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു, TB ബാധിച്ച്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പൻ മരിക്കുന്നത് ഒരു മരം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വീണാണ് മരിക്കുന്നത്. വേറെ ആരും ഇദ്ദേഹത്തിന് ഇല്ല. അങ്ങനെ അമേരിക്കയിലേക്ക് അയാൾ കുടിയേറി ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. അനാഥത്വം ധാരാളമായ അദ്ദേഹത്തെ വേട്ടയാടി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും കാനഡയിലേക്ക് മടങ്ങിച്ചെന്ന് അദ്ദേഹം ഒരു റിലീജിയസ് സമൂഹത്തിൽ ജോയിൻ ചെയ്തു, ഒരു സന്യാസ സമൂഹത്തിൽ ജോയിൻ ചെയ്തു. പഠനമോ നേരെ ചൊവ്വനെ ഇടപെടാനുള്ള കഴിവോ ഒന്നുമില്ലാത്തത് കൊണ്ട് ഒരു ബ്രദറായിട്ടാണ് അദ്ദേഹം ആദ്യ നാളുകളിൽ തൻ്റെ ഫോർമേഷൻ ഒക്കെ കൊണ്ടുപോയത്. അങ്ങനെ സ്വാഭാവികമായി അദ്ദേഹത്തിന് വൈദികനാകാൻ പറ്റിയില്ല, പഠിക്കാൻ പറ്റാതെ പോയതുകൊണ്ട് അദ്ദേഹം ഒരു ബ്രദറായി ഏതാനും കാലങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് മാതാവ് നഷ്ടപ്പെട്ടെങ്കിൽ, പിതാവ് നഷ്ടപ്പെട്ടുവെങ്കിൽ, അദ്ദേഹം തൻ്റെ പിതാവും മാതാവും എല്ലാമായി യൗസേപ്പിനെ സ്വീകരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് വരുന്ന വ്യക്തികളോടെല്ലാം അവൻ പറയും: യൗസേപ്പിൻ്റെ അടുത്തേക്ക് പോവുക, യൗസേപ്പിൻ്റെ അടുത്തേക്ക് പോവുക. ഇത് കേൾക്കുമ്പോൾ കൂട്ടത്തിലുള്ള ബുദ്ധിജീവികളായ മനുഷ്യർ നോക്കിക്കൊണ്ട് പിന്നെ ചിരിക്കുക പോലും ചെയ്യുമായിരുന്നു, കളിയാക്കുക പോലും ചെയ്യുമായിരുന്നു. പക്ഷേ പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ കാണാൻ, ഈ പാവപ്പെട്ട ബ്രദറിനെ കാണാൻ ആയിരക്കണക്കിന് മനുഷ്യരാണ് കാത്തുനിന്നത്.
ഏതാണ്ട് ഓരോ വർഷവും ഈ മനുഷ്യൻ എഴുതുന്ന എഴുത്തുകൾക്ക് മറുപടി അയക്കാൻ തന്നെ 4 PA-മാരെ നിയോഗിക്കേണ്ടി വന്നു. ഈ മനുഷ്യൻ പറയുന്ന, ഈ വിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വിഷമം വരുമ്പോൾ ഒരുപാട് പോയി യൗസേപ്പിനോട് പറയേണ്ട ആവശ്യമില്ല. കാരണം യൗസേപ്പ് ശാന്തപ്രകൃതിക്കാരനാണ്. ഒരൊറ്റ കാര്യം നിങ്ങൾ യൗസേപ്പിനോട് പറയണം: ഓ മാറി യൗസേപ്പേ, എൻ്റെ മകൻ കൈമോശം വന്നു, എൻ്റെ മകള് കൈമോശം വന്നു, ഒരു പ്രത്യേകമായ കാര്യത്തിൽ അവൾ പെട്ടിരിക്കുകയാണ്. യൗസേപ്പേ, നീയാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ നീ എന്ത് ചെയ്യും? നീയാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ യൗസേപ്പേ, നീ എന്ത് ചെയ്യും? ഇത് പറഞ്ഞിട്ട്, ഇത് നിങ്ങൾ ചോദിച്ചിട്ട് കാത് കൂർപ്പിച്ചിരുന്നാൽ യൗസേപ്പ് നിങ്ങളെ പഠിപ്പിക്കും. ഈ ആൻഡ്രേ ബെസറ്റെ എന്ന് പറയുന്നുള്ള ലേ ബ്രദറിനെ പിന്നീട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിശുദ്ധനാക്കി ഉയർത്തി. ജാനുവരി മാസം 7-ാം തീയതിയാണ് എല്ലാ വർഷവും ഇദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. സഹോദരങ്ങളെ, യൗസേപ്പിൻ്റെ അടുത്തേക്ക് പോകണം. പിതാക്കന്മാരില്ലാത്ത, മാതാക്കളില്ലാത്ത ഈ ലോകത്ത് കുടുംബത്തെ വീണ്ടെടുക്കാൻ നമുക്ക് സ്നേഹത്തോടെ ഈ ദിവസം പ്രാർത്ഥിക്കാം. അനാഥത്വം അനുഭവപ്പെടുന്ന വ്യക്തികളെ, സംവിധാനങ്ങളെ, ജീവിതത്തിൽ തകർന്നു പോയ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പിതാവായി യൗസേപ്പിനെയും മാതാവായി അമ്മ മറിയത്തെയും തരുവാൻ തിരുവുള്ളമായ ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാലകനാക്കി യൗസേപ്പിനെ നീ മാറ്റണമേ. ഞങ്ങളുടെ വേദനകളും പ്രതിസന്ധികളും എല്ലാം വരുമ്പോൾ തിരുക്കുടുംബത്തെ പോലെ ഞങ്ങളുടെ കുടുംബങ്ങൾ രൂപാന്തരപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ യോഗ്യമാക്കണമേ. സ്നേഹത്തോടെ ഈശോയിലേക്ക് നമ്മളെ തന്നെ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി പറഞ്ഞു വിടുകയില്ല. ഓ തിരുക്കുടുംബത്തിൻ്റെ പാലക, ഞങ്ങളെ യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ. നീ ഞങ്ങളുടെയും പാലകനായിരിക്കണമേ. നീ ഞങ്ങളുടെയും ഒരു പിതാവായിരിക്കണമേ. പ്രത്യേകിച്ചും അപ്പനും അമ്മയും ഒന്നുമില്ലാത്ത, ഉണ്ടെങ്കിലും ഇല്ലാത്തവരെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെടുന്ന എല്ലാ ജീവിതങ്ങൾക്കും ഓ തിരുക്കുടുംബത്തിൻ്റെ പാലക, നീ പാലകനായിരിക്കണമേ, പിതാവായിരിക്കണമേ. ഈശോയിലേക്ക് എല്ലാ ജീവിതങ്ങളെയും കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പാവനാത്മാവേ, പാവനാത്മാവേ, ഭവനത്തിൽ നിറയണമേ. തിരുക്കുടുംബത്തിൻ പാലകനൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അമ്മ മറിയത്തിൻ മധ്യസ്ഥം ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. രക്ഷകന്റെ കാവൽക്കാരനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പങ്കാളിയുമായ യൗസേപ്പിതാവേ, അങ്ങേ കരങ്ങളിൽ ദൈവം തൻ്റെ ഏകജാതനെ ഫലമേൽപ്പിച്ചുവല്ലോ. മറിയം അങ്ങയിൽ വിശ്വാസമർപ്പിച്ചു. അങ്ങയോടൊപ്പം ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായി തീർന്നു. വാഴ്ത്തപ്പെട്ട യൗസേപ്പിതാവേ, ജീവിത പാതകളിൽ ഞങ്ങളെ നയിച്ചുകൊണ്ട് ഞങ്ങൾക്കും അങ്ങൊരു പിതാവായിരിക്കണമേ. കൃപയും കരുണയും ആത്മധൈര്യവും ഞങ്ങൾക്കായി നേടിത്തരണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമേൻ. ഓ സ്നേഹതാതനാമാർ യൗസേപ്പേ, തിരുക്കുടുംബത്തിൻ്റെ പാലകനെ, സ്നേഹമോടെൻ്റെ ഗേഹത്തിൽ വന്ന് വഴി കാട്ടിയിടണേ അനുദിനവും. സ്നേഹമോടെൻ്റെ ഭവനത്തിൽ വന്ന് വഴി കാട്ടിയിടണേ അനുദിനവും. താതാനിൻ ചാരയെപ്പോഴും എത്താമെന്ന ബോധ്യം ഞങ്ങൾക്കു നീയേകണേ. താതാനിൻ ചാരയെപ്പോഴും
അറിവോടെ മധ്യസ്ഥം തന്നരുൾക. പാലകാ നിന്നുടെ പാഥേയമാകും സുകൃതങ്ങളിൽ എന്നെ വളർത്തണമേ. പാലകാ നിന്നുടെ പാഥേയമാകും സുകൃതങ്ങളിൽ എന്നെ വളർത്തണമേ. പരിശുദ്ധയാകും ദൈവമാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധനാകും മാർയൂസേപ്പേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പൂർവപിതാക്കന്മാരുടെ ദീപമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവമാതാവിൻ വിരക്ത ഭർത്താവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവപുത്രന്റെ സംരക്ഷകനെ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. തിരുക്കുടുംബത്തിൻ നാഥനാം താതാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഏറ്റം ജാഗ്രതയുള്ള പിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കുടുംബങ്ങളുടെ ശക്തിയാം താതാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സാത്താൻ ശക്തിതൻ ഭയകാരണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ലോകപാപം ഹനിക്കും ദിവ്യമേഷമേ, പാപം പൊറുക്കണമേ. ലോകപാപം ഹനിക്കും ദിവ്യമേഷമേ, പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപം ഹനിക്കും ദിവ്യമേഷമേ, ഞങ്ങളെ അനുഗ്രഹിക്കൂ. താതനും സുതനും പരിശുദ്ധാത്മനും സ്തുതിയുണ്ടായിടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവീശോയെ, അങ്ങയുടെ ഏറ്റവും പരിശുദ്ധിയായ മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കുവാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,